ഇന്ത്യ ന്യൂസിലാൻഡ് ആദ്യ T20 മത്സരത്തിന് മുമ്പ് ഏറ്റവും അധികം ചർച്ചയാകുന്നത് സൂര്യകുമാർ യാദവിൻ്റെ ഒരു സ്ഥിരീകരണവും അതുപോലെ തന്നെ പ്രഖ്യാപനമാണ്. ഇഷാൻ കിഷൻ 3-ാം നമ്പറിൽ കളിക്കും എന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞിരിക്കുകയാണ്. അതിന് കാരണമായിട്ട് സൂര്യകുമാർ യാദവ് പറഞ്ഞത്, ഒന്ന് ഇഷാനാണ് നേരത്തെ ടീമിലെത്തിയത്, ലോകകപ്പ് ടീമിലുള്ള ഇഷാനാണ്. അതുകൊണ്ട് ഇഷാൻ ഇപ്പോൾ ടീമിൽ ഡിസർവ് ചെയ്യുന്നുണ്ട്, അത് അടുത്ത കാലത്തൊന്നും ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ ഇഷാൻ കിഷനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള ഒരു പോക്ക് അല്ലെങ്കിൽ ഒരു ഭാവി ഇന്ത്യൻ ടീം വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമുക്കറിയാം, ഇപ്പോൾ 2 വിക്കറ്റ് കീപ്പർമാരും ആയിട്ടുള്ള സഞ്ജു സാംസണും അതുപോലെ തന്നെ ഇഷാൻ കിഷനും ഒരുമിച്ച് ടീമിൽ കളിക്കുന്നത്. ഇത് സഞ്ജുവിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രഷർ കൂട്ടുന്ന ഒരു ഘടകമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും അങ്ങനെ തന്നെ ആണെന്നാണ്, അങ്ങനെ തന്നെ അല്ലേ അത്? തീർച്ചയായും. അതിപ്പം ഇതിന് ഇഷാൻ വരുന്നതിന് മുമ്പ് ഒരു വിക്കറ്റ് കീപ്പർ ടീമിനുണ്ടായിരുന്നു മധ്യനിര കളിക്കുന്നത്. അന്നും സഞ്ജുവിന് പ്രഷർ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഏത് കാലത്തായാലും പിന്നെ വിക്കറ്റ് കീപ്പറിൽ ഒരു വിക്കറ്റ് കീപ്പർ എന്നുള്ള സ്ക്വാഡിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പം ആ താരത്തിന് എപ്പോഴും പ്രഷർ ഉണ്ടാവും. നമുക്ക് ഏത് വിക്കറ്റ് കീപ്പർ ഏത് ഫോർമാറ്റിൽ കളിച്ചാലും അത് ഉണ്ടാവും എന്ന് പറയാം. പക്ഷേ സഞ്ജുവിൻ്റെ കേസിൽ നമുക്ക് പറയുമ്പോഴേക്കും സഞ്ജു ഒരു മത്സരം മിസ്സാക്കിയാൽ T20 ഫോർമാറ്റിൽ പിന്നെ അടിച്ച് കളിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് റൺ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക, വിക്കറ്റ് പോകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ സഞ്ജു പല താരങ്ങൾക്കും നിരവധി അവസരങ്ങൾ ലഭിക്കുമ്പോൾ സഞ്ജുവിൻ്റെ ഒരു അവസരം നഷ്ടപ്പെട്ടാൽ ആ ബാക്കപ്പ് ഓപ്ഷന് എടുത്ത് കളിപ്പിക്കുന്ന നല്ലൊരു രീതി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, പിന്നെ ജിതേഷ് ടീമിലുണ്ടായപ്പോൾ മധ്യനിരയും മറ്റേ ഒരു ടോപ്പ് ഓർഡറും തമ്മിലുള്ള മത്സരമായപ്പോൾ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ വന്നത്, ടീം ബാലൻസിൽ കൺഫ്യൂഷൻ വന്നത്. പക്ഷേ നിലവിലെ അവസ്ഥയിൽ 2 ടോപ്പ് ഓർഡർ താരങ്ങൾ ഇഷാൻ കിഷനും സഞ്ജുവാണ്. അപ്പം സഞ്ജു ഒന്ന് പാളിപ്പോയാൽ ഇഷാൻ കളിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ പ്രത്യേകം വരുമ്പോൾ സഞ്ജുവിന് കുറച്ചധികം പ്രശ്നമുണ്ട്. കാരണം ടോപ്പ് ഓർഡറിൽ ഇപ്പം വേറെ ബാറ്റ്സ്മാനില്ല. നേരത്തെ ഗില്ല ഉണ്ടായിരുന്നത്, ആ പറയുമ്പോൾ മധ്യനിരയിലേക്കാണ് മറ്റേത് പോകുന്ന പറയുമ്പോൾ 2 അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻ ബാലൻസിനെ ബാധിക്കുമെന്ന് പറയാം. നിലവിൽ ഇന്ത്യൻ ടീമിന് അങ്ങനത്തെ തലവേദനയൊന്നുമില്ല. സഞ്ജു കളിച്ചില്ലെങ്കിൽ ആ റോളിൽ കളിക്കാൻ വേണ്ടി ഇഷാൻ കിഷൻ ഉണ്ട്, ഇഷാനെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ മുന്നിലേക്കുള്ള കരിയറിൽ ഒരു ഭാവിയിലേക്കുള്ള താരത്തെ വെച്ചുമ്പോൾ സഞ്ജുവിനേക്കാൾ ചിലപ്പം ഇഷാൻ അവസരം ലഭിച്ചേക്കും. ഇഷാൻ സഞ്ജുവിനെ പോലെ തന്നെ നേരത്തെ ടീമിലെത്തിയ താരമാണ്. പക്ഷെ അധികം അവസരങ്ങൾ വിളിച്ചത് മികച്ച പ്രകടനം നടത്തിയിട്ടും പിന്നെ തുടരാൻ പറ്റാണ്ട് പുറത്തുപോയ താരമാണ്. ഇപ്പം മിന്നുന്ന ഫോമിൽ തിരിച്ചു വന്നതാണ്. നമ്മൾ പറയുന്നത് ശ്രേയസ് അയ്യർ ഏതെങ്കിലും ടീമിലേക്കെല്ലാം വന്ന് നമ്മൾ പറയാറുണ്ട്, ചാമ്പ്യൻസ് ട്രോഫിയിലേക്കെല്ലാം കയറി വന്നൊരു വരവ്, പുറത്തുനിന്ന് തിരിച്ചു വന്ന്. അതുപോലെ തന്നെയാണ് അതേപോലെ തന്നെ പുറത്തുപോയ താരമാണ് ഇപ്പോൾ തിരിച്ചിങ്ങനെ വരുന്നത്. ഇത്രയും മത്സരങ്ങൾ കളിച്ച് ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നൽ ഫോമായിട്ടാണ് താരം T20 ലോകകപ്പ് സ്ക്വാഡിലേക്ക് നേരിട്ട് വന്നത്. അപ്പോൾ ഇന്നിപ്പം സൂര്യകുമാർ യാദവ് പറഞ്ഞ പോലെ ഈ ന്യൂസിലാൻഡിനെതിരെ 3 മത്സരങ്ങളിൽ ശ്രേയസിനൊരു ബാക്കപ്പായിട്ട് എടുത്തപ്പോൾ ശ്രേയസിനേക്കാൾ പരിഗണന അർഹിക്കുന്നത് അല്ലെങ്കിൽ കളിക്കേണ്ടത് ഇഷാൻ തന്നെയാണ്. ലോകകപ്പ് വേദിയിലേക്ക് വരുമ്പം ഒരു താരത്തിന് മത്സരപരിചയം ലഭിക്കാൻ അവസരം. ഇപ്പം നമുക്കറിയാം 3-ാം നമ്പറിൽ പിന്നെ തിലകിന് പകരം ലെഫ്റ്റ് ആയിട്ട് ഇഷാൻ കളിക്കാൻ വേണ്ടി വരുന്നു. അപ്പം ഇഷാനും തിളങ്ങുന്നു, സഞ്ജുവും തിളങ്ങുന്ന ഒരു അവസരം വരുമ്പം ലോകകപ്പ് സ്ക്വാഡിലേക്ക് എത്തുമ്പോൾ അവിടെ എന്ത് വരുന്നുള്ള കൺഫ്യൂഷൻ ചിലപ്പോൾ വന്നേക്കും. കൺഫ്യൂഷൻ ഒന്നും വരാനില്ല. ടോപ്പറിൽ ഇപ്പോൾ സഞ്ജുവിന് തന്നെ പ്രഥമ പരിഗണന ലഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോഴും ആദ്യ മത്സരത്തിന് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിന് സഞ്ജു തിളങ്ങിയില്ലെങ്കിൽ അത് പോട്ടെ. ഇന്നിപ്പം കളിക്കുന്നതിൽ ഇഷാനും തിളങ്ങുന്നു, സഞ്ജു തിളങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. ഈ ന്യൂസിലൻഡിൻ്റെ പരമ്പര കഴിയുമ്പോഴേക്ക് തന്നെ ചിലപ്പം അല്ലെങ്കിൽ 3 മത്സരം കഴിയുമ്പോഴേക്ക് തിലക് തിരിച്ചെത്തുന്നു. പിന്നെ ബാക്കിയുള്ള മത്സരങ്ങളിലേക്ക് പിന്നെ ഇവർ രണ്ടും വരുമ്പം സഞ്ജുവിനെ മാറ്റൂ, അല്ലെങ്കിൽ 4ാമത്തെ മത്സരത്തിൽ ഇഷാനെ പുറത്തെടുത്ത് സഞ്ജുവിനെ കളിപ്പിക്കുന്നു, തിലകിനെ കളിപ്പിക്കുന്നു എന്നുള്ള അവസ്ഥ വന്നാൽ തന്നെ സഞ്ജു തുടങ്ങിയില്ലെങ്കിൽ സഞ്ജുവിനെ മാറ്റൂ എന്നുള്ള മുറവിളി വരും. അല്ലെങ്കിൽ അത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ സഞ്ജുവിനെ മാറ്റാനുള്ള ഇതുണ്ട്. ലോകകപ്പ് കളിക്കാൻ സ്ക്വാഡിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ സഞ്ജു ചിലപ്പോൾ പുറത്തിരിക്കേണ്ട അവസ്ഥയിലും വരും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ഭാവിയിലേക്ക് ഒരു താരം എന്ന് പറയുമ്പോഴും ഈ നിലവിൽ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഇഷാനെ കളിപ്പിക്കാൻ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സഞ്ജു അങ്ങനെയാണ്. സഞ്ജു കളിച്ചു വന്ന് ഗില്ല് വന്നപ്പോൾ മാറി കൊടുക്കേണ്ടി വന്നു. പക്ഷേ വീണ്ടും തൻ്റെ കിട്ടിയ അവസരമെല്ലാം മുതലാക്കിയിട്ട് സഞ്ജു തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ടീമിനെ കാര്യം നോക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം മികച്ച താരങ്ങളാണ് സ്ക്വാഡിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇപ്പം തിലകിന് പരിക്ക് പറ്റിയതുകൊണ്ട് ദൗർഭാഗ്യമാകട്ടെ, പക്ഷേ ഇഷാൻ കളിക്കാൻ വേണ്ടി അവസരം ലഭിക്കുന്നു, ഇഷാൻ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. ആ താരത്തിന് ഒരു പരിശീലനം അല്ലെങ്കിൽ ഒരു ദേശീയ ടീമിലേക്ക് വീണ്ടും കളിക്കാനുള്ള ഒരു ടീമായിട്ട് സിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം കൊണ്ട് ലഭിക്കുന്നില്ല വരുന്നത്. അങ്ങനെ നോക്കി കാണുമ്പോൾ നമുക്കത് പോസിറ്റീവാണ്. ഇന്ത്യൻ ടീം എന്തുകൊണ്ടാലും ലോകകപ്പിലേക്ക് വരുമ്പോൾ നല്ലൊരു സ്ക്വാഡായിട്ട് തന്നെ കളിക്കാൻ വേണ്ടി പറ്റും. ഒരു താരം അല്ലെങ്കിൽ മറ്റൊരു താരമുണ്ട്. പക്ഷേ ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇഷാൻ കിഷൻ എന്തായാലും സഞ്ജുവിന് ഒരു വെല്ലുവിളിയായിട്ട് സ്പോട്ടിന് ഇത് നമ്മൾ പണ്ടേ പറഞ്ഞു കേട്ടോ. ധോണിയെല്ലാം കഴിഞ്ഞ കാലം വരുമ്പോൾ സഞ്ജുവിന് പറയുമ്പോൾ പന്ത് ജിതേഷ്, ധ്രുവ് ജോർൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇഷാൻ കിഷൻ്റെ പേര് അതൊക്കെ ഉണ്ടായിരുന്നു. ഇഷാൻ പലപ്പോഴും ഈ പല കാരണങ്ങൾ കൊണ്ട് ടീമിൽ എത്താണ്ട് പോയതാണ്. അപ്പോൾ ഇഷാൻ വീണ്ടും തിരിച്ച് ആ സ്പോട്ടിലേക്ക് എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇഷാൻ ടീമിൽ എത്തിപ്പെട്ടാൽ പിന്നെ വരുന്നത് ഇപ്പം പറഞ്ഞ ഇന്ന് അവസരം കിട്ടാണ്ട് പോകുന്ന താരം ശ്രേയസ് അയ്യറാണ്. തിലകിൻ്റെ ഇത് വരുന്നത് പകരമായിട്ട് ഉൾപ്പെട്ടാലും. പക്ഷേ ലോകകപ്പിന് ശേഷം 4-ാം നമ്പറിൽ സൂര്യകുമാർ പകരം ശ്രേയസിന് കളിക്കാൻ വേണ്ടി പറ്റുന്ന അവസരമുണ്ട്. അങ്ങനെ ഇന്ത്യൻ ടീമിൻ്റെ ഭാവിയിലേക്കും ലോകകപ്പിന് ശേഷമുള്ള ടീമും സെറ്റാണെന്നാണ് ഞാൻ കാണുന്നത്. പക്ഷേ സഞ്ജുവിൻ്റെ കേസൊക്കെ നമുക്ക് ഒരു ആശങ്ക വന്നേക്കും. സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒന്നുമില്ല ആശങ്ക, അത് ഇനിയും തുടർന്നാണ് തോന്നുന്നത്.
തീർച്ചയായിട്ടും നമ്മൾ ഇഷാൻ കിഷന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2023 ഇഷാൻ കിഷൻ അവസാനമായിട്ട് T20 ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. സത്യത്തിൽ കുറച്ചധികം മത്സരങ്ങൾ ഒരു മറ്റേ ഒറ്റയക്കത്തിൽ പുറത്തായതിനു ശേഷം ഇഷാൻ കിഷൻ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഒരു ഓസ്ട്രേലിയയുടെ ഒരു പര്യടനമായിരുന്നു, ഇന്ത്യൻ പര്യടനമായിരുന്നു. ആ T20 ആദ്യത്തെ അന്ന് സ്ക്വാഡിൽ ഉണ്ടായിരുന്നത് ഇഷാൻ കിഷനും ജിതേഷും ആയിരുന്നു. നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇന്ന് സഞ്ജുവും ജിതേഷും ആണ് ഇപ്പോൾ സമീപകാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇഷാൻ കിഷനും അതുപോലെ തന്നെ ജിതേഷായിരുന്നു. നമുക്കറിയാം സഞ്ജു അരങ്ങേറിയിട്ട് 8 വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇഷാൻ കിഷൻ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പറായിട്ട് ടീമിലുണ്ട്. ആദ്യത്തെ 2 മത്സരങ്ങളിലും ഇഷാൻ കിഷൻ അർദ്ധ സെഞ്ചുറി നേടുന്നുണ്ട്. ഇന്ത്യനെ സംബന്ധിച്ച് ആദ്യത്തെ 3 മത്സരങ്ങളും ഇന്ത്യ 200 അധികം റണ്ണടിച്ച ഒരു പരമ്പരയാണ് ആ പരമ്പരയിൽ ആദ്യത്തെ 2 മത്സരത്തിലും ഇഷാൻ കിഷൻ അർദ്ധ സെഞ്ചുറി നേടുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് ഓപ്പണർമാരായിട്ട് കളിച്ചത് ജയ്സ്വാളും ഋതുരാജ് ഗെയ്ക്വാദുമാണ്. ഇന്നിപ്പോ നമ്മൾ വ്യക്തമായിട്ട് കൂടി നോക്കുകയാണെന്ന് കറക്റ്റ് താരങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇടങ്കയ്യനായിട്ടുള്ള അഭിഷേകിന് പകരം ജയ്സ്വാളും അതുപോലെ തന്നെ സഞ്ജുവിന് പകരം ഋതുരാജ് എന്ന് വേണമെങ്കിൽ പറയാം. ആ പരമ്പരയിലെ 3ാമത്തെ മത്സരത്തിൽ ആണ് ഇഷാൻ കിഷൻ അവസാനമായിട്ട് ഇന്ത്യക്ക് വേണ്ടി T20 കളിക്കുന്നത്. ആ മത്സരത്തിൽ ഇഷാൻ കിഷൻ ഡക്കാണ്. 5 മത്സരങ്ങൾ കളിച്ചിട്ട് 5 പന്തുകൾ നേരിട്ടിട്ട് റൺ എടുക്കാതെ പുറത്താവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് അടുത്ത മത്സരത്തിൽ ഒരു ചേഞ്ച് വരുന്നത്. അപ്പൊ അന്ന് ആ ടീമിൽ തിലക് വർമ്മ കളിക്കുന്നുണ്ട്. അപ്പൊ 4ാമത്തെ മത്സരത്തിന് മുമ്പ് സൂര്യകുമാർ യാദവ് ഇത് ചേഞ്ചസ് പ്രഖ്യാപിക്കുന്ന സമയത്ത് 4 ചേഞ്ചസ് ഉണ്ട്. അതിൽ 3 എണ്ണം പ്രഖ്യാപിക്കുകയും ഒരു ചേഞ്ച് കൂടി ഉണ്ട് എന്ന് പറയും. പുള്ളിക്ക് ഓർമ്മയില്ലാതെ. അതെ. അപ്പൊ അതിനകത്ത് അന്ന് ഈ എന്താ പറയാ നമ്മുടെ ശ്രേയസ് ടീമിലേക്ക് എത്തുന്നുണ്ട്. തിലകിന് പകരമായിട്ട് ശ്രേയസ് ടീമിലേക്ക് എത്തുന്നത്. ഇഷാൻ കിഷന് പകരമായിട്ട് ജിതേഷ് ടീമിലെത്തുന്നത്. അന്ന് ആ സംഭവിച്ച കാര്യം വളരെ ഇതാണ്. എന്നിട്ട് ശ്രേയസ് ആണ് 3ാം നമ്പറിൽ കളിക്കുന്നത്. ഞാനിപ്പോ അത് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയുടെ 3ാം നമ്പറാണ് ചർച്ച. തിലക് ഉണ്ട് 3ാം നമ്പറിൽ. അന്ന് തിലക് 5ാം നമ്പറിൽ എന്തോ ആണ് കളിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ. ഇപ്പൊ തിലക് 3ാം നമ്പർ ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കുറച്ചു മുമ്പ് 3ാം നമ്പറിൽ കളിച്ച താരങ്ങൾ 2 താരങ്ങൾ അവിടെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വീണ്ടും വരുന്നത്. അത് ഇഷാൻ കിഷനുമാണ് ശ്രേയസ് അയ്യരുമാണ് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് എടുത്ത് അങ്ങനെ പറയാം. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഇഷാൻ കിഷനെ സംബന്ധിച്ച് നമുക്കറിയാം ഇഷാൻ കിഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ബോർഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് ഇഷാൻ കിഷൻ തിരിച്ചെത്തുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ IPL-ലൊന്നും അങ്ങനെ പ്രതീക്ഷിച്ച പോലത്തെ ഒരു പ്രകടനം ഇഷാൻ കിഷന് ഒരു 1-2 വെടിക്കെട്ടുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 10 മത്സരങ്ങൾ 510 റണ്ണ് 2 സെഞ്ചുറി 197 സ്ട്രൈക്ക് റേറ്റ് ഇങ്ങനെ ഒരു പെർഫോമൻസ് അതെ ഇങ്ങനെ ഒരു പെർഫോമൻസ് വന്നപ്പോഴാണ് ഇഷാൻ കിഷൻ ടീമിലേക്ക് വരുന്നത്. ഇഷാൻ കിഷൻ സ്വാഭാവികമായിട്ടും ടീമിലേക്ക് വരുമ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും കാണുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ നിലവിൽ ഈ പറയുന്ന വലങ്കയ്യന്മാരായിട്ട് സൂര്യകുമാർ യാദവ്, അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് 3-4 കളിക്കും. അപ്പോൾ സൂര്യകുമാർ യാദവ് മധ്യനിരയിലേക്ക് ഇറങ്ങി കളിക്കുന്ന ഒരു താരമാണ്. പക്ഷെ സൂര്യകുമാർ യാദവ് സഞ്ജു അല്ലാതെ ഇന്ത്യയുടെ ആ ഒരു ഭാഗത്ത് ഈ വലങ്കയ്യന്മാരായിട്ടുള്ള താരങ്ങൾ ഇപ്പൊ നിലവില് നമുക്ക് ടീമിലുള്ള ആളുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഋതുരാജ് ഗെയ്ക്വാദ് എന്ന് പറയുന്ന ഒരു താരമുണ്ട്, ശുഭ്മാൻ ഗില്ലുണ്ട്. ഇങ്ങനെയുള്ള താരങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിലവിൽ ആ ഒരു ടോപ്പ് ഓർഡറിൽ സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ അത് നൽകുന്നത് ഈ വലങ്കയ്യൻ ഒരു ബാറ്റർ ആണെന്നുള്ളതാണ്. അത് മാത്രമല്ല അഭിഷേകിനൊപ്പം നല്ല പെർഫോമൻസ് 2024 വന്നു എന്നുള്ളതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഇഷാൻ കിഷൻ എങ്ങാനും തിളങ്ങി കഴിഞ്ഞാൽ ഈ പ്രഷർ ഉണ്ടാവും തീർച്ചയായിട്ടും സെലക്ടർമാർക്ക്. സഞ്ജുവിന് ഓൾറെഡി പ്രഷർ ഉണ്ട്. കാരണം സഞ്ജുവിനെ സംബന്ധിച്ച് ഓരോ ചെറിയ സ്കോർ പോലും വിമർശിക്കപ്പെടും. കാരണം പ്രത്യേകിച്ച് നോക്ക് ഇഷാൻ കിഷനല്ല തിലകാണ് കളിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ പറയുന്ന ഒരു അർത്ഥത്തിൽ പറയുമ്പോൾ സഞ്ജുവിനെ മാറ്റി ഇഷാൻ കിഷനെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ടോപ്പ് ഓർഡറിലെ 3 താരങ്ങളും ഇടങ്കയ്യന്മാരാണെന്നുള്ള ഒരു സാധനമൊക്കെ വരും. പക്ഷെ അപ്പൊ അങ്ങനെ വരുമ്പോ വേണമെങ്കിൽ അവർക്ക് തിലകിനെ ഒന്ന് താഴത്തേക്ക് ഇറക്കിയിട്ട് സൂര്യകുമാർ യാദവിനെ വീണ്ടും വൺഡൗൺ ആക്കിയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ സൂര്യകുമാർ യാദവിന്റെ ഫോം നിർണായകമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് സഞ്ജു ആയതുകൊണ്ട് തന്നെ ഇഷാൻ കിഷനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ സെലക്ടർമാർക്ക് വലിയ മടിയൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് പെർഫോമൻസ് വരികയാണ്. നമുക്കിപ്പോ പറയുമ്പോൾ സൈഫി ഇത്ര സംസാരിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമാണ്. നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ടീമിൽ ഇത്രയും ഓപ്ഷൻ ഉണ്ട്. നിരവധി താരങ്ങൾ ഇങ്ങനെ വരുന്ന താരങ്ങളെല്ലാം വീണ്ടും സ്പോട്ടിൽ ഈ ഇഷാൻ കിഷൻ പുറത്തായതുപോലെ തന്നെയായിരുന്നു. പിന്നെ ശ്രേയസ് അയ്യറിന് 2 പേരും ഒരുമിച്ചായിരുന്നു കരാർ റദ്ദാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയത്. അതിൽ ശ്രേയസ് കഴിഞ്ഞ സീസണിൽ തന്നെ തിരിച്ചു വന്ന് ഏകദിന ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്ന് ടീമിൽ വൈസ് ക്യാപ്റ്റനായിട്ട് സ്ഥാനം ഉറപ്പിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ ഇഷാൻ ഇത് ആഭ്യന്തര ക്രിക്കറ്റിൽ തകർത്തടിച്ചു തിരിച്ച് ടീമിലേക്ക് എത്തുവാണ്.
ആ രണ്ട് താരങ്ങളും തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലേക്ക്, ഇന്ത്യയിലെ ബാറ്റർമാരിലേക്ക് യുവതാരങ്ങൾ ഇങ്ങനെ വീണ്ടും തിരിച്ചെത്തുന്നു, ആ സ്പോട്ടിലേക്ക് വേണ്ടി മത്സരിക്കുന്നു, വീണ്ടും മത്സരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞാൽ തന്നെ സൈഫ് പറഞ്ഞ കഴിഞ്ഞ 2023 പറഞ്ഞ സീസണിൽ അതേ കളിച്ച അതേ താരങ്ങളാണ് ഇപ്പോഴും പിന്നെ സ്പോട്ടിന് വേണ്ടി മത്സരിക്കുന്നത്, ആ താരങ്ങൾ വരുന്നത്. അതിൽ സഞ്ജു അന്ന് പുറത്തായിരുന്നു, സഞ്ജു വീണ്ടും തിരിച്ചെത്തുന്നു, സഞ്ജു ടീമിൽ സ്ഥിര സാന്നിധ്യമാവുന്നു, ഇപ്പോഴും വീണ്ടും സഞ്ജു ഫൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലിപ്പോൾ നമുക്ക് ആകെ ഉറപ്പിക്കാമെന്ന അഭിഷേകിൻ്റെ ഒരു സ്പോട്ടാണ്. അത് ജയ്സ്വാൾ പിന്നെ ഒന്ന് മാറി വന്നപ്പം വന്ന് അഭിഷേക് വന്നു, അങ്ങനെ വന്ന് കയറി തന്നെയാണ്. അതിലും ജയ്സ്വാളും പുറത്ത് വയ്ക്കുന്നുണ്ട്, അവർ നമുക്കറിയാം തിരിച്ചു വരാനുള്ള താരങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അഭിഷേകിനെ മാത്രമേ നമുക്ക് ഇതിലിപ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറ്റൂ. ഞാൻ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻ ആയിട്ട് ഹാർദിക്കിന് അല്ല അത് പോട്ടെ, ലോവർ മിഡ് ടോപ്പ് ഓർഡറിലേക്ക് വരുമ്പോൾ ഇപ്പം ടോപ്പ് ഓർഡറിൽ പിന്നെ മിഡ് ഓർഡർ മധ്യത്തിൽ മസ്റ്റ് വരുമ്പോൾ നമുക്ക് പറയുന്നത് വരുമ്പോൾ അതിൽ സൂര്യകുമാർ യാദവിന് നമുക്ക് അത്ര ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം ടീമിലാണ് ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്ത് വയ്ക്കുന്നത്. എങ്കിലും ഈ ഇങ്ങനെ സൂര്യകുമാർ യാദവ് പോകുന്ന ടീം അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ല് പോകുന്ന ടീം, നമ്മളിപ്പം വിരാട് കോഹ്ലി രോഹിത് ശർമ്മയും പോയ പിന്നെ ടെസ്റ്റ് ടീമിൻ്റെ അവസ്ഥ ഒക്കെ നോക്കി നമ്മൾ വലിയ തകർച്ചയിലേക്ക് പോകുന്ന ഒരു ആദ്യം നമുക്കുണ്ട്, നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഈ T20 ക്രിക്കറ്റിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. സഞ്ജു പോയ ആടിപ്പം വരുന്നത് ഇപ്പം നമുക്ക് അറിയാം, ശ്രേയസ് ഉണ്ട്, ഇഷാൻ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് കോമ്പോ വരുമ്പോൾ ചില കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ സഞ്ജുവിന് ഒരു പോക്കറ്റ് ഡൈനാമോയാണ് വരുന്നത്, ഇഷാൻ കിഷനാണ്, തകർത്തടിക്കുന്നതാണ്. നമുക്കൊരു ആത്മവിശ്വാസമുണ്ട് ഈ താരങ്ങളെല്ലാം. ഇന്ത്യ ഇപ്പം ഈ മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ സ്പോർട്ട് മത്സരങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ലോകകപ്പ് എന്നുള്ള വേദിയിലേക്ക് ഇന്ത്യ ആദ്യത്തെ വഹിക്കുന്ന ഒരു വേദിയിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. ഈ എല്ലാ താരങ്ങളും നമുക്ക് T20 പറ്റിയ താരങ്ങളുണ്ട്, വെടിക്കെട്ട താരങ്ങളുടെ ഒക്കെ വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സഞ്ജു സാംസൺ ഒറ്റ താരത്തിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് നമ്മൾ രണ്ടോട് പറയുമ്പോഴും അതിൽ പറഞ്ഞു സഞ്ജുവിന് ആശങ്കകൾ എന്നും ബാക്കിയാണ്, സഞ്ജുവിൻ്റെ സ്പോർട്ട് ബാക്കിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സഞ്ജു ഒരു മത്സരം തിളങ്ങുന്നില്ല, ഇഷാൻ ഈ ന്യൂസിലൻഡിൻ്റെ പരമ്പരയിൽ തിളങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് റൈറ്റ് കോമ്പോ എന്ന് അവർ നോക്കണമെന്നില്ല, രണ്ട് ലെഫ്റ്റ് ആണെങ്കിൽ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇറങ്ങും, അത് യാതൊരു സംശയമില്ല. അതെ, അതിലിപ്പോൾ സൂര്യ പരാജയമാണെന്ന് സൂര്യയുടെ ഫോം ഒന്നും നോക്കില്ല. സൂര്യ തിളങ്ങിയില്ലെങ്കിൽ, ഈ പരമ്പരയിൽ തിളങ്ങിയില്ലെങ്കിൽ സൂര്യ ഒരു ഫോം ഔട്ടായ ബാറ്റ്സ്മാൻ തന്നെ ലോകകപ്പ് നയിക്കുന്ന അവസ്ഥ വരും. എങ്കിലും അത് അങ്ങനെ തന്നെ അവർ ചെയ്യും, അതിലൊന്നും യാതൊരു സംശയമില്ല. അവിടെയാണ് സഞ്ജുവിന് ഇത് വരുന്നത്. ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇഷാൻ കിട്ടുന്നു അല്ലെങ്കിൽ സൂര്യ കിട്ടുന്ന പോലത്തെ, സൂര്യക്ക് ക്യാപ്റ്റനാണ് എങ്കിൽ കൂടി കിട്ടുന്ന പരിഗണന സാരത്തിന് കിട്ടുന്നില്ല, നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. സഞ്ജു ഇപ്പം നിലവിൽ ഫോമിലാണ്. ദക്ഷിണാഫ്രിക്കയുടെ അവസാന മത്സരം നമ്മൾ കണ്ടാണ്. സഞ്ജുവിൻ്റെ റോൾ എന്താണ് സഞ്ജു ക്ലിയർ ആയിട്ട് അറിയാം. സഞ്ജു ഇങ്ങനെ പൊരുതി വന്നതാണ്. കഴിഞ്ഞ ലോകകപ്പ് സ്ക്വാഡിലുണ്ടായിട്ടും ഒരു മത്സരം പോലും കളിക്കാകുമ്പോൾ പിന്നെ വേർപ്പ് തുന്നിയിട്ട കുപ്പായത്തിൻ്റെ ഇത് വന്നു, ഇപ്പം നിറങ്ങൾ മങ്ങുകയില്ല കട്ടായെന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. സഞ്ജുവിന് കിട്ടുന്ന അവസരം സഞ്ജു കൃത്യമായി വിനിയോഗിക്കും. വീണ്ടും ഒരു ലോകകപ്പിൽ ഒരു മലയാളി താരം കളിക്കുന്നത് നമുക്ക് ശ്രീശാന്തിന് ശേഷം കളിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും, കപ്പെടുക്കുന്നത് കാണാൻ പറ്റുന്നതിനാണ്. അതിൽ നിർണായക റോൾ ഉണ്ടാവും. 2007 T20 ലോകകപ്പിൽ ശ്രീശാന്തായി ലാസ്റ്റ് ക്യാച്ച് പിടിച്ചതുപോലെ സഞ്ജുവിന് നിർണായക റോൾ ഉണ്ടാവും ഈ ലോകകപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ആഗ്രഹിക്കുവാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിലക് വർമ്മ ഈ പറയുന്ന സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെസ്റ്റിൽ ഇപ്പോൾ ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസിൽ വന്ന് പരിശീലനം, അതായത് അന്തിമഘട്ടത്തിലാണ്. അപ്പം ചിലപ്പോൾ ഒരുപക്ഷെ 3 മത്സരങ്ങൾ കഴിഞ്ഞാൽ ഈ തിലക് വർമ്മ തിരിച്ച് ടീമിലേക്ക് എത്തുകയും അതൊരു ഇന്ത്യനെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ട് കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ ഇഷാൻ കിഷനെ സംബന്ധിച്ച് ടീമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം ആ ഒരു ഇടങ്കയ്യൻ എന്ന് പറയുന്ന ഇത് അവിടെ വളരെ 3 നമ്പറിലാണ് തിലകിന് പകരമാണ് കളിക്കുന്നത്. പരിക്കുമാരി തിലകിന് അവസരം കൊടുക്കേണ്ടതുണ്ട്. സൂര്യകുമാർ പറഞ്ഞ പോലെ തന്നെ കുറെ നാൾ ടീമിലില്ലാത്ത താരത്തിന് അവസരം കൊടുക്കുന്നു ഇഷാന്. തിലക് വരുമ്പോൾ തിലക് പരിക്കുമാരി വരുമ്പോൾ ലോകകപ്പിന് അവസരം കൊടുക്കേണ്ടതുണ്ട്. അതിൽ പ്രശ്നമൊന്നുമില്ല. ഇഷാൻ പുറത്തിരിക്കുന്നതിൽ ഒരു നീതി കടന്നു തോന്നില്ലല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ ആദ്യത്തെ 3 മത്സരം എന്ന് പറയുന്നത് ഇഷാൻ കിഷന് അങ്ങനെ വീണ് കിട്ടിയ ഒരു അവസരമാണ്. ആ വീണ് കിട്ടിയ അവസരം മുതലാക്കുക, എത്രത്തോളം മുതലാക്കും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇഷാൻ ഓരോ പന്തും നിർണായകമാണ്. അതെ അതെ, അതാണ് ഇഷാൻ കിഷനെ സംബന്ധിച്ച് ടീമിൽ നിന്ന് ഇപ്പൊ പുറത്താണ്. ഇപ്പൊ ടെക്നിക്കലി ടീമിൽ നിന്ന് പ്ലേയിങ് ലെവലിൽ ഇല്ല, തിലക് കളിക്കാത്തത് കൊണ്ട് വരുന്നു. പിന്നെയുള്ള ഒരു ഓപ്ഷൻ ശ്രേയസിനെ ഇന്ത്യ വെച്ച ഒരു 3 മത്സരങ്ങൾക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് എടുത്ത ഒരു ഓപ്ഷനാണ്. അവസരം കിട്ടുമോ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അതിന് കോമ്പിനേഷനിൽ എന്തൊക്കെ മാറ്റം, ഇപ്പൊ പരീക്ഷണങ്ങൾക്ക് മുതിരുന്ന ഒരു ടീം ഗംഭീറിന്റെ ഒരു പരീക്ഷണങ്ങളാണല്ലോ. ഗംഭീർ അങ്ങനെ ആ രീതിയിലാണ്. പക്ഷെ എന്തായാലും നമുക്കിപ്പോ നെറ്റ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വിവരങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഗംഭീറും സഞ്ജുവിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീം മൊത്തത്തിൽ എല്ലാവരും നല്ല രീതിയിൽ പരിശീലനം നടത്തുന്നുണ്ട്. സഞ്ജു പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പേസിനെതിരെയും ബുംറയ്ക്കെതിരെയും അതുപോലെ തന്നെ സ്പിന്നർമാർക്കെതിരെയൊക്കെ നല്ല രീതിയിൽ നല്ലൊരു ടച്ചിലാണ് എന്നുള്ളത് സഞ്ജു ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇഷാൻ കിഷനും വളരെ കടുത്ത പരിശീലനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ടീം മൊത്തത്തിൽ ഹാർദിക്കിന്റെ ഒക്കെ ഷോട്ടിന്റെ ഒക്കെ വീഡിയോ വിട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല ഫോമിലാണ് താരങ്ങളെല്ലാവരും ഉള്ളത്. ആ ഒരു പ്രകടനം കളിക്കളത്തിലും കാണാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ നിർണായകമായ മറ്റൊരാളുണ്ട് ഈ സ്ക്വാഡിൽ, ഗൗതം ഗംഭീർ. ഇതും കൂടെ പോയി കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് നമ്മൾ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞ് ഇതിപ്പോൾ ലോകകപ്പിൽ തിളങ്ങാൻ പറ്റില്ലെങ്കിൽ തീർന്നു. പക്ഷെ ഗംഭീറിന് ഈ ലോകകപ്പ് ഈ പരമ്പര പോട്ടെ, ലോകകപ്പിൽ ഒരു കപ്പെടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പം പല പേരുകൾ വീണ്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഇന്ത്യൻ മുൻതാരങ്ങളിലേക്ക് പേരുകൾ അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിക്കാം. കാരണം മറ്റു ഫോർമാറ്റിൽ ഒരു ഫോർമാറ്റ് നമ്മൾ ഏറ്റവും പിന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞു, മറ്റൊരു ഫോർമാറ്റിൽ വീണ്ടും തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും നല്ലൊരു സ്ക്വാഡിനെ കൊണ്ട്, ഇത്രയും ഫോമിൽ സ്ക്വാഡിനെ കൊണ്ട് ലോകകപ്പ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗൗതം ഗംഭീറിന് ടാറ്റ ബൈ ബൈ പറയേണ്ടി വരും. തീർച്ചയായിട്ടും. എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച് നിലവിൽ ഇഷാൻ കിഷന്റെ ഈ ഒരു പ്ലേയിങ് ലെവലിലേക്കുള്ള ഒരു വരവ്
അതൊരു നിർണായകമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഞാനൊരു കാര്യം വിട്ടുപോയതാണ് ഇപ്പോൾ ഓർമ്മ വന്നത്. ഈ ഏജ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷാൻ കിഷന് 27 വയസ്സായിട്ടുള്ളൂ, സഞ്ജുന് 31 വയസ്സാണ് എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഇപ്പോ നിലവിൽ ഇഷാൻ കിഷൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോം അത്രയും കിടിലം ഫോമാണ്. അപ്പൊ അതും വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. എന്തായാലും സഞ്ജുനെ സംബന്ധിച്ച് ആദ്യത്തെ എല്ലാ മത്സരങ്ങളും, ഇനിയുള്ള ഈ ലോകകപ്പിന് മുമ്പുള്ള 5 മത്സരങ്ങളും തീർച്ചയായിട്ടും. അതേസമയം തിലക് വന്നില്ലെങ്കിൽ ഇഷാൻ കിഷന് കൂടുതൽ മത്സരങ്ങൾ കിട്ടും. പക്ഷെ തിലക് 4 നമ്പറിൽ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇഷാനെ സംബന്ധിച്ച് ഈ 3 മത്സരങ്ങൾ വളരെ നിർണായകമാണ്. പിന്നെ നമ്മൾ വളരെ ഇഷാന്റെ ഒരു അന്നത്തെ പോക്ക് അല്ലെങ്കിൽ അന്ന് ടീമിൽ നിന്ന് പുറത്താവുന്ന ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റക്കങ്ങളിലൊക്കെ പുറത്തായിട്ട് ഒരു 6-7 ഇന്നിങ്സുകൾ 1, 4, 9 അങ്ങനെയൊക്കെ പുറത്തായിട്ട്, അതുപോലെ ഒരു ഇന്നിങ്സിൽ മാത്രമാണ് 19 റൺ. അത് കഴിഞ്ഞിട്ട് 2 അർദ്ധ സെഞ്ചുറി അടിച്ചിട്ട് പിന്നെ ഒരു ഡെക്കായി, അതിന്റെ ശേഷമാണ് ടീമിൽ നിന്ന് പുറത്താവുന്നത്. പിന്നെ അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ അത് ഇഷാൻ ഒരു അവസരം എന്താ പറയാ അർഹിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കൂടുതൽ തിരിച്ചടിയൊന്നും ഇല്ലാതെ ലോകകപ്പിന്റെ ഒരു താരമായിട്ട് സഞ്ജുനെ കാണാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് സഞ്ജുന് നൽകുന്ന ഒരു ബൂസ്റ്റ് ഇത് ചെറുതായിരിക്കില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.